ഒരുപാട് കാലത്തിന് ശേഷം ഒറ്റമൈനെ അറിഞ്ഞൊന്ന് ചിരിച്ചത് നമ്മുടെ ആരാധ്യനായ സ്പീക്കർ പ്രതിപക്ഷ നിരയിലേക്ക് വിരൽ ചൂണ്ടിയും കോപം അടക്കാനാവാതെയും തെല്ല് ഗദ്ഗത കണ്ഠനായും പറഞ്ഞ വാക്കുകൾ നിങ്ങൾ മാലോകരെല്ലാവരും ഒന്ന് കേൾക്കേണ്ടത് തന്നെയാണ്. സ്പീക്കറുടെ അവകാശമാണ് സ്പീക്കർ അംഗങ്ങളെ കാണുക, അംഗങ്ങൾക്ക് തിരിച്ച് സ്പീക്കറുടെ ചെയറിനെ കാണുക. നിർഭാഗ്യവശാൽ 2 ദിവസം പൂർണ്ണമായും സ്പീക്കറുടെ മുഖം മറച്ചുകൊണ്ടാണ് പ്രതിഷേധം രേഖപ്പെടുത്തിയത്. ഇന്നലെയും ഇന്നുമായി നിരവധി വിദ്യാർത്ഥികൾ കേരളത്തിന്റെ പല ഭാഗത്ത് സഭാ സമ്മേളനം കാണാൻ വന്നു. അവർ പ്രതീക്ഷിക്കുന്നത് കേരള നിയമസഭ വളരെയധികം നിയമങ്ങൾ നിർമ്മിക്കുന്ന നല്ല രീതിയിൽ പോകുന്നൊരു സഭയാണ്. അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. പക്ഷേ നിർഭാഗ്യകരമായി ഇന്നലെ അവർ വന്നപ്പോൾ കണ്ടത് സ്പീക്കറുടെ മുഖം മറച്ചും സ്പീക്കർക്കെതിരെ ആക്ഷേപ മുദ്രാവാക്യങ്ങൾ വിളിച്ചും സ്പീക്കർ ആക്ഷേപിക്കുന്ന കാര്യമാണ് ഇന്നലെയും മിനിഞ്ഞാന്നുമായി അവർ കണ്ടത്. ഇതല്ല കേരള നിയമസഭ. നിയമനിർമ്മാണത്തിനും പ്രത്യേകം സഭാ സമ്മേളനം ചേരുന്ന സഭയാണ് കേരള നിയമസഭ. നിയമസഭാ നടപടികൾ കാണാനെത്തിയ വിദ്യാർത്ഥികളുടെ മുന്നിൽ സ്പീക്കറെ അധിക്ഷേപിച്ച പ്രതിപക്ഷ നടപടികൾ ശരിയാണോ എന്നും ജനാധിപത്യ നിയമനിർമ്മാണ സഭയിൽ കാണിക്കേണ്ട പൊതുമര്യാദ എന്താണെന്ന് പ്രതിപക്ഷത്തിന് അറിയില്ലേ എന്നുമാണ് സ്പീക്കർ ചോദിച്ചത്. സ്പീക്കറുടെ വാക്കുകൾ കേട്ട് സത്യത്തിൽ ഒറ്റമൈനയുടെ സകല തൂവലുകളും എഴുന്നേറ്റു നിന്നു എന്ന് പറയേണ്ടതില്ലല്ലോ. ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് ബജറ്റ് അവതരിപ്പിക്കാനെത്തിയ KM മാണിയെ അന്ന് നിയമസഭയിൽ പ്രവേശിപ്പിക്കാതെ തടഞ്ഞതും സ്പീക്കറുടെ ചേംബറിനടുത്തുള്ള വാതിലിലൂടെ അകത്ത് കടന്ന കരിങ്ങോഴയ്ക്കൽ മാണിയെ ബജറ്റ് അവതരിപ്പിക്കാൻ സമ്മതിക്കാതെ തടഞ്ഞതും അന്ന് അദ്ദേഹത്തിന്റെ ചുറ്റും രക്ഷാവലയം തീർത്ത് UDF മന്ത്രിമാരും MLA മാരും പ്രതിരോധമൊരുക്കുന്ന കാഴ്ചയും ലോകമെമ്പാടും അന്ന് കണ്ടതല്ലേ സ്പീക്കറെ? ഇരിപ്പിടങ്ങൾ മറിച്ചിട്ടതും മൈക്കുകളും കമ്പ്യൂട്ടറുകളും അടിച്ചു തകർത്തതും സാക്ഷാൽ സ്പീക്കറുടെ ഇരിപ്പിടം തള്ളി താഴേക്ക് മറിച്ചിട്ടതും ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രിയും കഴിഞ്ഞ സർക്കാരിലെ സ്പീക്കറും ഒക്കെ നമ്മുടെ ജയരാജൻ സഖാവും ഒക്കെ ചേർന്നായിരുന്നല്ലോ. അന്ന് ഭാവി വാഗ്ദാനങ്ങളായ വിദ്യാർത്ഥി സമൂഹം ഇതൊന്നും കണ്ടിരുന്നില്ലേ എന്നാണ് ഒറ്റമൈനയുടെ ചോദ്യം. നിയമസഭയിൽ പൊതുമുതൽ നശിപ്പിക്കുന്നതും കയ്യാങ്കളിയിൽ ഏർപ്പെടുന്നതും വാച്ചാൻ വാർഡിനെ ആക്രമിക്കുന്നതും അന്നും ഇന്നും ശരിയല്ലെന്ന് പറയുമ്പോഴും ഉമ്മൻചാണ്ടി സർക്കാരിന്റെ കാലത്ത് നിങ്ങൾ കാട്ടിക്കൂട്ടിയ കോപ്രായങ്ങളുമായി താരതമ്യം ചെയ്താൽ 100-ൽ 100 മാർക്കും ഇടതുമുന്നണിക്ക് തന്നെയാണ് കിട്ടേണ്ടത്. ഉപ്പോളം എത്തുമോ ഉപ്പിലിട്ടത്?